ഇവിടെ വരുന്ന ഒരു മാസക്കാലം വിപണിയുടെ ഒരു കാലഘട്ടമാണ്. വയൽവാണിഭം ഓമല്ലൂർ എന്ന് പറയുമ്പോൾ ഇവിടെ നാനാജാതി ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഓമല്ലൂർ എന്ന പേര് വന്നത് ഇവിടെ നെൽകൃഷി വളരെയേറെ സമ്പുഷ്ടമായിരുന്നു. അതേപോലെ തന്നെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ സമ്പുഷ്ടമായ ഒരു ദേശമായിട്ട് ഓമല്ലൂർ അതിനുശേഷം മാറി. കർഷകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യുവജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു ഉത്സവമാണ്, ഒരു കാർഷികോത്സവമാണ് ഓമല്ലൂർ വയൽവാണിഭം. മറ്റ് പല ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഇവിടെ കർഷകരെത്തി സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും അങ്ങനെ ഒരു മാസക്കാലം വിപണിയുടെ കാലമായി ഓമല്ലൂർ മാറുകയാണ്. നമസ്കാരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക പാരമ്പര്യം വിളിച്ചോതി ഓമല്ലൂർ വയൽ വാണിഭം ഒരു നാടിൻ്റെ തന്നെ ഉത്സവമാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽ വാണിഭം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓമല്ലൂർ കാർഷിക വിപണിയിലാണ്. നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാമെന്നുള്ളതാണ് പ്രത്യേകത. മിതമായ നിരക്കിൽ കർഷകർ തന്നെ നേരിട്ട് വിപണനം നടത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓമല്ലൂർ വയൽ വാണിഭവത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. 2026 ഓമല്ലൂർ വയൽ വാണിഭം മാർച്ച് 15-ാം തീയതി മുതൽ നമ്മൾ സമാരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 14-ാം തീയതി വെളിനെല്ലൂർ ദേശത്ത് നിന്നും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദീപശിഖ തെളിയിച്ചുകൊണ്ട് അവിടുത്തെ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ കിഴക്കേ വയലിൻ്റെയും ഒക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഓമല്ലൂർ എത്തിച്ചേരുകയും 15-ാം തീയതി വലിയ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സമാരംഭിക്കുകയും ചെയ്തു. ഇവിടെ വരുന്ന ഒരു മാസക്കാലം വിപണിയുടെ ഒരു കാലഘട്ടമാണ്. ആ വിപണിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് വെളിനെല്ലൂർ ദേശത്ത് നിന്നും അവിടുത്തെ വിപണന മേള നടക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു കാളക്കൂറ്റൻ ഓടി ഓമല്ലൂർ പല സ്ഥലങ്ങളിലും പിടിച്ചു കെട്ടാൻ സാധിക്കാതെ ഓമല്ലൂർ എത്തുകയും ഓമല്ലൂർ ഒരു ചെറുപ്പക്കാരനായ കർഷകൻ ഇവിടെ പിടിച്ചു കെട്ടുകയും പാലമരത്തിൻ്റെ കുറ്റിയിൽ പിടിച്ചു കെട്ടുകയും അതിനുശേഷം ഇവിടെ വലിയ വിപണനം തുടങ്ങുകയും ചെയ്തു. ഓമല്ലൂർ എന്ന പേര് വന്നത് ഇവിടെ നെൽകൃഷി വളരെയേറെ സമ്പുഷ്ടമായിരുന്നു. അതേപോലെ തന്നെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ സമ്പുഷ്ടമായ ഒരു ദേശമായിട്ട് ഓമല്ലൂർ അതിനുശേഷം മാറി. അന്ന് തൊട്ട് നടന്നു വരുന്ന വയൽവാണിഭമാണ് ഇന്നും സജീവമായി ഇവിടെ നടന്നു പോകുന്നത്. ഇനിയും ഒരു മാസക്കാലം ഓമല്ലൂരിൻ്റെ ദേശത്തിൻ്റെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ആ ഉത്സവത്തിന് മറ്റ് പല ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഇവിടെ കർഷകരെത്തി സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും അങ്ങനെ ഒരു മാസക്കാലം വിപണിയുടെ കാലമായി ഓമല്ലൂർ മാറുകയാണ്. വയൽവാണിഭം ഓമല്ലൂർ എന്ന് പറയുമ്പോൾ ഇവിടെ നാനാജാതി ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ ഒരു 800 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ഇതാണ് അത് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രവുമായിട്ടും വെളിനെല്ലൂർ ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുന്ന പഴമക്കാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കൃഷിയോട് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കൃഷി ഇല്ല, അന്യ സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. ആ ഒരു സമയത്ത് യുവജനങ്ങൾക്ക്, കർഷകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യുവജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു ഉത്സവമാണ്, ഒരു കാർഷികോത്സവമാണ് ഓമല്ലൂർ വയൽ വാണിഭം. അത് ഇവിടെ ഈ പഞ്ചായത്തിലുള്ള സ്ത്രീജനങ്ങളാണെങ്കിലും കുടുംബശ്രീയുടെ പ്രവർത്തകരാണെങ്കിലും പിന്നെ CDSൻ്റെ തൊഴിലുറപ്പ് പ്രവർത്തകരും എല്ലാം വളരെയധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മഹാ ഉത്സവമാണ്, കാർഷികോത്സവമാണ് ഓമല്ലൂർ വയൽ വാണിഭം. ഈ വയൽ വാണിഭം ഇന്നത്തെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ യുവ കർഷകർക്കും പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. കാരണം ഇവിടെ യുവജനങ്ങൾ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കൃഷിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന. കേരളത്തിൽ മറ്റ് ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു ഉത്സവം പലരും സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പലർക്കും നടക്കാതെ പോയി. അത് ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെയും ജനറൽ കൺവീനറുടെയും അതാത് വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെയും രാഷ്ട്രീയ, സമുദായ, സാമൂഹിക എല്ലാ ആൾക്കാരുടെയും പ്രവർത്തനം കൊണ്ട്
അത് വളരെയധികം മികച്ചായി കൊണ്ടുവന്നു. ഈ 2026 ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ എല്ലാ പരിപാടികളും വളരെ വിജയകരമാണ്. നാളുകളിലും ഇത് തുടരും. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഓമല്ലൂർ വയൽ വാണിഭം എന്ന് പറയുന്നത്. അവരൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കച്ചവടമെല്ലാം ഇന്നലെ ആദ്യത്തെ ദിവസമായിരുന്നു, ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. കൂടുതലും കച്ചവടം ഈ 4 മണി കഴിയണം വ്യാപാര മേളയെല്ലാം നടക്കണമെങ്കിൽ. കച്ചവടമൊക്കെ നടക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ 50 വർഷം കൊണ്ട് ഇവിടെ ഉള്ള ആളാണ്. എങ്ങനെയാണ് ഈ വയൽ വാണിഭവത്തിൽ വരുന്ന ഈ വാങ്ങാൻ വരുന്ന ആളുകളുടെയും കച്ചവടക്കാരായ നിങ്ങളുടെയും സന്തോഷം എങ്ങനെയാണ്? എല്ലാം സന്തോഷം തന്നെ, കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാവരുമായിട്ട് അങ്ങനെ സഹകരിക്കുന്നത്. വരുന്ന കസ്റ്റമറും അതേപോലെ തന്നെ. വില കുറവുണ്ടോ? വിലയൊക്കെ കുറച്ചേ കൊടുക്കുന്നത്. ഞാൻ പണ്ട് പോലും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. തന്നെ വർഷങ്ങൾ കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ തറയിൽ തന്നെ, ഈ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഈ പഞ്ചായത്തിലായാലും എല്ലാത്തിലും എല്ലാ മെമ്പർമാരും എല്ലാവരും ഇവിടെ വരും. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാനിപൂരി ഉണ്ട്, കുൽക്കി സമ്പത്തുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇത് അച്ചാറുകൾ, അത് അമ്മമ്മയുടെയാണ് അച്ചാറ്. അപ്പം 3 ഹോം മെയ്ഡാ. 4 കൂട്ടറാണ് ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടാക്കുന്ന എല്ലാം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? പോരാ, ആയി വരുന്നതേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ ആവുമായിരിക്കും. ഇപ്പം വെയിലും ഒക്കെ അല്ലേ. ഇവിടെ ചേനയുണ്ട്, ഇഞ്ചിയുണ്ട്, ചീമച്ചേമ്പുണ്ട്, കൊട്ടച്ചേമ്പുണ്ട്, കിഴങ്ങുണ്ട്, പിന്നെ കപ്പക്കിഴങ്ങുണ്ട്, കൂർക്കയുണ്ട്, നാടൻ കൂർക്ക, പിന്നെ കാച്ചിലുണ്ട്. പിന്നെ കാച്ചിലെന്ന് പറഞ്ഞാൽ കടുവാക്കയ്യനുണ്ട്, വെള്ളക്കാച്ചിലുണ്ട്, പിന്നെ കടുവാക്കയ്യൻ്റെ വേറെ ഇനമുണ്ട്, മഞ്ഞളുണ്ട്, ചേമ്പും തടയുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. ചേന വ്യത്യസ്തമായിട്ടുള്ള ചേനയില്ല, നാടൻ ചേന എൻ്റെ കയ്യിലുള്ളൂ. വ്യത്യസ്തമുള്ള ചേന നമ്മൾ വിൽക്കാറില്ല, കാരണം മനുഷ്യനെ കളിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കർഷകൻ തന്നെയാണ്. ഞാൻ കർഷകനാണ്. കർഷകൻ മുറിപ്പാറയിലെ, എൻ്റെ വീട് മുറിപ്പാറ. ഇപ്പോഴേ താമസം എല്ലാ വർഷവും ഇവിടെ ഉണ്ട്. അങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുഴപ്പമില്ല. ഞാൻ എൻ്റെ കച്ചവടം ഇന്ന് വരെ ഒരു ദോഷമുള്ള ആർക്കും ഒരു ദോഷമായിട്ട് നമ്മൾ ചെയ്യാറില്ല. സാധനങ്ങളൊക്കെ മേടിച്ചോ? വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? വില കുറവാണോ? വില കുറവൊന്നുമില്ല. ഇല്ല. എന്നാലും നമ്മൾ ഇവിടെ വന്ന് വാങ്ങുക എന്നുള്ളതാണല്ലേ. പിന്നെ നമ്മുടെ നാടില്ലേ, നാടിന്റെ ഒരു ഉത്സവമാണ്. പിന്നെ നമ്മുടെ 5ാമത്തെ വയസ്സ് തൊട്ട് ഈ ഓമല്ലൂർ ഇറങ്ങുന്നതാ. നമ്മുടെ എന്തയാ. പിന്നെ സന്തോഷം. ഇങ്ങനെയൊക്കെ വേണം. ഓമല്ലൂർ എന്ന നാടിൻ്റെ പേര് തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ വാങ്ങാൻ എത്തുന്നവരും കച്ചവടത്തിനായി എത്തുന്നവരുമൊക്കെ വലിയ സന്തോഷത്തിലാണ്. അന്യം നിന്ന് പോകുന്ന ഒരു കാർഷിക സമൃദ്ധിയുടെ വീണ്ടെടുപ്പിനായി ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും കൃഷിഭവനും ചേർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെ നടത്തുന്ന ഓമല്ലൂർ വയൽ വാണിഭം ആ കാർഷിക സമൃദ്ധിയുടെ വീണ്ടെടുപ്പ് കൂടിയാണ് പ്രകടമാക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.